വയനാട്ടിലെ പനമരം ചെറുമലയിലെ അനധികൃത നിർമ്മാണങ്ങൾ പ്രദേശവാസികളെ ആശങ്കയിലാഴ്ത്തുന്നു. പരിസ്ഥിതി ലോല മേഖലയായ ഇവിടെ റെഡ് അലേർട്ടുള്ള സമയങ്ങളിൽ പോലും മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് റിസോർട്ട് നിർമ്മാണം തുടരുന്നത് വൻ മണ്ണിടിച്ചിൽ ഭീഷണി ഉയർത്തുന്നതായി നാട്ടുകാർ പറയുന്നു. അധികൃതരുടെ ഒത്താശയോടെ നടക്കുന്ന ഈ പ്രവർത്തനങ്ങൾ ചോദ്യം ചെയ്യുന്നവർക്ക് നേരെ വധഭീഷണി ഉള്ളതായും നാട്ടുകാർ ആരോപിക്കുന്നു. പഞ്ചായത്തിലെ ചെറുമല എന്ന് പറയുന്ന ഒരു മലയുണ്ട്. കുറുമ്പാലക്കോട്ടയുടെ സമീപത്തായിട്ടാണ് ഈ മല. ഇതിന്റെ മുകളിൽ ഒരു റിസോർട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊരു സ്വകാര്യ വ്യക്തിയുടേതാണ്. ഒരുപക്ഷെ ഇത് സർവീസ് വില്ല എന്ന പേരിലായിരുന്നു ഈ റിസോർട്ട് ആദ്യം പ്രവർത്തനം തുടങ്ങി. അതായത് ചെറിയ ചെറിയ വീടുകളായിട്ട് താമസിക്കാനുള്ള സൗകര്യം. പക്ഷെ ഇന്നത് വിപുലീകരിച്ച് അതിന്റെ മേലെ സ്വിമ്മിംഗ് പൂൾ പണിയുന്ന ഒരു അവസ്ഥയാണ് ഇവിടെയുള്ള നാട്ടുകാർ പറയുന്നത്. നമുക്ക് കാണാം, ആ കാണുന്നതാണ് ഈ പറയുന്ന ചെറുമല എന്ന് പറയുന്നത്. അതിന്റെ മുകളിലാണ് ഒരു റിസോർട്ട് പ്രവർത്തിക്കുന്നത്. ഈ റിസോർട്ടിനുമായി ബന്ധപ്പെട്ട് തന്നെ ഇവിടെ വലിയ ഒരു സ്വിമ്മിംഗ് പൂൾ പണിയാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇതിന്റെ ഓണർ എന്നാണ് ഇവിടെയുള്ള സമീപവാസികൾ പറയുന്നത്. അത് തന്നെ ഇവർക്ക് വലിയൊരു ഭീഷണിയാണ്. കാരണം ഇതൊരു പരിസ്ഥിതി ലോല പ്രദേശമായതിനാൽ തന്നെ ഇത്തരത്തിലുള്ള സ്വിമ്മിംഗ് പൂളുകൾ നടത്തുമ്പോൾ അത് ഇതിന്റെ ചുറ്റുവട്ടത്ത് താമസിക്കുന്ന നിരവധി ആളുകളുണ്ട്. ഏതാണ്ട് ഒരു 30ഓളം കുടുംബങ്ങൾ ഇതിന്റെ താഴ്വാരങ്ങളിൽ താമസിക്കുന്നുണ്ട്. അവരെല്ലാം വലിയ ഭീതിയിലാണ്. ഇത്തരത്തിലെ സ്വിമ്മിംഗ് പൂളുകൾ നിർമ്മിക്കുമ്പോൾ അതിന് ഒരുപാട് മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ സ്വിമ്മിംഗ് പൂളിലെ വെള്ളം എന്ന് പറയുന്നത് ക്ലോറിനേറ്റഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അത് താഴത്തേക്കോ അല്ലെങ്കിൽ ജനങ്ങൾ താമസിക്കുന്നിടത്തേക്കോ ഒഴുക്കിവിടാൻ പാടില്ല. അത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാണോ ഇത്തരത്തിലുള്ള സ്വിമ്മിംഗ് പൂൾ ഇവിടെ നിർമ്മിക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും നമുക്കിവിടെ നാട്ടുകാരുണ്ട്, നമുക്ക് അവരുമായി സംസാരിക്കാം. സമീപവാസികളൊക്കെ പറയുന്ന ഈ ഒരു റിസോർട്ടിൽ നിങ്ങൾ വലിയ ഭീതിയിലാണെന്ന്, എന്താണ് പറയാനുള്ളത്? നമുക്ക് ഇത്രയും കാലം നമ്മൾ ഒരുപാട് കാലം ഇവിടെ താമസിക്കുന്നു. ഇന്നേ വരെ ഇവിടെ നിന്ന് മാറി താമസിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. നമുക്ക് വീടിന് മുറ്റം വരെ വെള്ളം വരും. ഇതുവരെ നമുക്കിവിടുന്ന് മാറി താമസിക്കേണ്ട അവസ്ഥ ഉണ്ടായില്ല. കഴിഞ്ഞ കൊല്ലം മേലെ ഭയങ്കര എന്തൊക്കെയോ ബിൽഡിങ്ങോ കിട്ടുമോ JCB പണിയൊക്കെ ഞങ്ങൾ പേടിച്ചിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ഈ പ്രദേശത്ത് ഉണ്ടായിരുന്ന എല്ലാവരും മാറി താമസിക്കേണ്ടായി. അപ്പോൾ എന്തായാലും ഭീഷണിയാണ്. പഞ്ചായത്തിന്റെ പെർമിറ്റ് ഇല്ലാണ്ടാണ് അവരവിടെ ചെയ്യുന്നത്. നമുക്ക് അതറിയത്തില്ല. എന്തായാലും നമുക്ക് ജീവനിലെ കൊതിയുള്ളതുകൊണ്ടാണല്ലോ നമ്മൾ പറയുന്നത് എല്ലാവരോടും. ഈ ഭാഗത്ത് ഒരു ഉരുൾപൊട്ടലിനൊക്കെ സാധ്യത ഉണ്ട് അല്ലേ? മണ്ണിടിച്ചിൽ ഭീഷണി വയനാട് ജില്ല മുഴുവൻ പരിസ്ഥിതിലോല പ്രദേശമാണല്ലോ. അപ്പോൾ ഒന്നാമത് ഇങ്ങനത്തെ വർക്കുകളൊക്കെ നടക്കുമ്പോൾ എന്തായാലും സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് ഞങ്ങൾക്ക്. ഇപ്പൊ നിങ്ങൾ എന്താ പറയുന്നത്? JCB ഒക്കെ വെച്ച് അവര് മാന്തുന്നുണ്ട്. അതെ, ഈ ജൂൺ മാസത്തിലൊക്കെ അവിടെ JCB പണിയെടുക്കുന്നുണ്ടായിരുന്നു. നമുക്ക് താഴേക്ക് സൗണ്ട് കേൾക്കാം. സ്വിമ്മിംഗ് പൂൾ തന്നെയാണെന്നാണ് അറിവ്. അങ്ങനെയാണ് അറിവ്. ഒരു ബിൽഡിങ്ങിന്റെ മേലെ സ്വിമ്മിംഗ് പൂൾ, അങ്ങനെയാണ് നമുക്കറിയാം. ഈ പ്രദേശത്തുള്ളവരൊക്കെ ഭീതിയിലാണ്. അതെ, ഒരുപാട് കുടുംബങ്ങളുണ്ട് ഇതിന് ചുറ്റും. നമുക്ക് വീടിന് മുമ്പിൽ പുഴയാണ്. പുഴയ്ക്ക് അക്കരെ ആൾക്കാരുണ്ട്. എല്ലാവർക്കും ഭീഷണിയാണ്. ഇല്ല, ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ആശങ്കയുണ്ട്. കാരണം ഇവിടെയൊക്കെ പരിസ്ഥിതി ലോല പ്രദേശമാണല്ലോ. എന്താ പറയുന്നത്, കഴിഞ്ഞ പോലെ ഇതേപോലെ ഉണ്ടായിട്ട് ഞങ്ങളൊക്കെ കൂടെ ഇവിടുത്തെ വീട്ടിൽ മാറി താമസിക്കുക. ഇവിടെ ഉരുൾപൊട്ടൽ സാധ്യത ഒക്കെ ഉള്ള സ്ഥലമാണ്. സാധ്യത ഉണ്ടെന്നുള്ളതാണ് പറയുന്നത്. കുറുമ്പാലക്കോട്ടയുണ്ടല്ലോ. അപ്പൊ ഇവിടെ ഏതായാലും അതിന്റെ പബ്ലിസിറ്റി ഞങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ ഇദ്ദേഹവുമായിട്ട് അല്ലെങ്കിൽ പഞ്ചായത്തിന് അധികൃതരൊക്കെ നിങ്ങൾ അറിയിച്ചിട്ടുണ്ടോ? പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഭീഷണിയുണ്ട്. ഞങ്ങൾ പിന്നെ റിസോർട്ടിന്റെ തൊട്ട് താഴെയാണ് കിടക്കുന്നത്. ഞങ്ങൾക്ക് നല്ല ഭീഷണിയാണ് ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അഥവാ എന്നാലും വെള്ളം ഒന്ന് ഇതാക്കി പിന്നെ നിറഞ്ഞ് ഇതായി കഴിഞ്ഞു കഴിഞ്ഞാൽ പൊട്ടി വരുന്നത് മുഴുവനും ഞങ്ങളുടെ വീടിന്റെ മുകളിൽ കൂടിയായി. അപ്പൊ നിങ്ങളിത് നിർമ്മാണം തുടങ്ങുമ്പോൾ നിങ്ങൾ ആരും ഇതിനെ എതിർത്തിട്ടുണ്ട്. ഞങ്ങൾ കുറെ പരാതി കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലവും കൊടുത്തതാണ്. പിന്നെ ഇപ്പം അവിടെ സ്വിമ്മിംഗ് പൂൾ പണിത് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഞങ്ങൾ കയറി നോക്കിയിട്ടില്ല. ഒരു 5-6 കൊല്ലമായിട്ട് നമ്മളിവിടെ പരാതി കൊടുത്തിട്ടുണ്ട്. പരാതി കൊടുത്ത് കഴിഞ്ഞ കൊല്ലം ഒറ്റപ്പാടും പോലാക്കി പണി നിർത്തി പോകാം. അവർ പഞ്ചായത്തിൽ അന്വേഷിച്ച് പഞ്ചായത്തിൽ പെർമിറ്റ് കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്ത് പെർമിറ്റ് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അവിടെ പണി നടക്കുന്നുണ്ട്. വലിയ ഇപ്പോൾ വയനാട്ടിൽ ഏറ്റവും വലിയ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കുന്നത് നടന്നിട്ട് ഞങ്ങൾക്ക് ഭീഷണി തന്നെയാണ്. ഇപ്പൊ കളക്ടർ ഇവിടെ സന്ദർശിച്ചിട്ടുണ്ട്. കളക്ടർ ഇതിന് മുമ്പ് പ്രാവശ്യം വന്നായിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പരാതി കൊടുത്താണ്. കളക്ടർ കൊടുത്തപ്പോൾ കളക്ടർ തന്നെ പറഞ്ഞു വേറെ എവിടെ സ്ഥലത്ത് കൂടെ പരാതി കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ജലനിധി മറ്റേ എന്താണെന്ന് പറയാം ജലനിധിന്റെ അതിൽ കൊടുത്തു. ഞങ്ങൾ എല്ലാവരും കൊടുത്തപ്പോൾ ഒരു 100-300 പേര് ഒപ്പിട്ട് പരാതി കൊടുത്തു. ഈ ചെറുമല എന്ന് പറയുന്നത് ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു മലയാണ്. ഇതിന്റെ മുകളിലാണ് ഇത്തരത്തിലൊരു റിസോർട്ടും അതോടൊപ്പം തന്നെ ഒരു സ്വിമ്മിംഗ് പൂളും നിർമ്മിക്കുന്നത്. ഒരു സ്വകാര്യ വ്യക്തിയുടേതാണിത്. പക്ഷേ ഇത് ഇവിടെയുള്ള നാട്ടുകാർക്ക് ഭീഷണിയാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇവർ കളക്ടറെ അടക്കം സമീപിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തികൾ അനുവദിക്കാൻ പാടില്ല എന്നറിഞ്ഞിട്ടും ആരാണ് ഇതിന് ഒത്താശ നൽകിയത് അല്ലെങ്കിൽ ആരാണ് അനുമതി കൊടുത്തതെന്ന് അറിയില്ല. തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ ഇത് അന്വേഷിച്ച് അതിന് വേണ്ട നടപടി എടുക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ചെറുമലയിൽ നിന്നും ജയരാജ് ബത്തേരി, ന്യൂസ് 18 വയനാട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.